രാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുളകിട്ട മീൻകറിയാണ്. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം അയിലയാണ് എടുത്തിരിക്കുന്നത്. അയില ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ആദ്യം ഒരു ചട്ടി വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് മൂത്തു വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് വഴറ്റുക. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് വഴറ്റിയ ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മാത്രം വെള്ളം ചേർത്ത് പേസ്റ്റാക്കി എടുക്കുക. മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് പേസ്റ്റ് രൂപത്തിലാക്കുന്നത്. പുതിയതായിട്ട് കുക്ക് ചെയ്യുന്ന നമ്മുടെ മക്കൾക്ക് ഈ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റുക. ആവശ്യമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കുക. ഇവിടെ അരപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷം നാല് കഷ്ണം കുടംപുളി തിളപ്പിച്ചെടുത്തതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് അടച്ചു വെച്ച് അരപ്പ് തിളപ്പിക്കുക. അരപ്പ് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. മീൻ കഷ്ണങ്ങൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർക്കാം. ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുക. ഇപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ
ചാറൊക്കെ കുറുകി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.